Namaskaram Kerala, I am Shanu Suresh. So, with the Super League Kerala's brand new series called the Super Dugout, we have an exciting guest. He's not just an entrepreneur, he's not just a producer who's produced film with Laletan, but he's an absolute game changer. He's one of the owners of the Kannur Warrior FC, and from Doha to a hot seat, he will be joining us right here. So let's welcome Mr. Mibu Jose Nettikardan on the Super Dugout with me. From Qatar to Kannur. Right? എനിക്കറിയാം you're from Kochi. Basically, I am from Kochi. പക്ഷേ ഐ ഹാവ് ഗോ ലോട്ട് ഓഫ് ഗുഡ് ഫ്രണ്ട്സ് കണ്ണൂരുണ്ട്. പിന്നെ മോർ ദാൻ ദാറ്റ് എൻ്റെ 2-3 ബിസിനസ് പാർട്ട്നേഴ്സും കണ്ണൂരിൽ നിന്ന് തന്നെയാണ്. കണ്ണൂരിന് ഓൾറെഡി ഒരു ഫുട്ബോൾ കൾച്ചർ ഉണ്ട്. സോ ഇറ്റ്സ് ഈസി ടു ഡെവലപ്പ് കണ്ണൂർ. കണ്ണൂർ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് കോർ ഫാൻസാണ്. കണ്ണൂരിൽ പഴയ കാലത്ത് അത്രയും നന്നായിട്ട് ഫുട്ബോൾ കളിച്ച പല ലെജൻസും ഉണ്ടായിരുന്നു. പിന്നീട് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും ഇതൊക്കെ കൊണ്ട് ഇവരെല്ലാം പുറകോട്ട് പോവുകയായിരുന്നു. സോ ഇറ്റ് വാസ് എ റൈറ്റ് ടൈം SLK ഇങ്ങനൊരു ലീഗ് തുടങ്ങുകയും കൊച്ചിക്ക് വേണ്ടി എന്നെ അപ്രോച്ച് ചെയ്തിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കൊച്ചിയുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 60-70% ആൾക്കാരും കൊച്ചിയിൽ വന്ന് താമസിക്കുന്നവരാണ്. അപ്പോൾ ചെറുപ്പത്തിൽ തുടങ്ങി നിങ്ങൾ സന്തോഷ് ട്രോഫി കാണാൻ പോകുമ്പോൾ കൊച്ചിയിൽ വരുന്നത് മലപ്പുറം, കാലിക്കറ്റ്, കണ്ണൂർ എന്നുള്ള ഫാൻസാണ്. സോ എൻ്റെ പാർട്ട്നേഴ്സ് കണ്ണൂർക്ക് വിളിച്ചപ്പോൾ ഐ ഫെൽ ദാറ്റ് ഇസ് ഗുഡ്, ഇറ്റ്സ് ഈസി ടു ഡെവലപ്പ് കണ്ണൂർ. ഓക്കെ, അപ്പൊ ഈ ഒരു പുതിയ സീസണിനെ കുറിച്ച് എന്താണ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഐ എം ഷുവർ യു ആർ വെരി എക്സൈറ്റഡ്. കഴിഞ്ഞ സീസണിൽ വിൽ ഗെറ്റ് ഇൻടു ഓൾ ഓഫ് ദാറ്റ്, ബട്ട് ഹൗ ഡു യു ഫീൽ അബൌട്ട് ബീയിങ് എ പാർട്ട് ഓഫ് സീസൺ 2? ഫസ്റ്റ് ഓഫ് ഓൾ, ലെറ്റ് മീ കൺഗ്രാറ്റുലേറ്റ് SLK, the team. I mean, CEO Matthew Joseph, Managing Director Feroz Miran, and Kerala Football Association President Nawaz Miran. They have done excellent. Because I used to be in the front run of many events. So I know the difficulties they are facing. More than our expectation. അത്രയും നന്നായിട്ട് സീസൺ 1 ചെയ്തു എന്ന് പറയാം. ഈ പറഞ്ഞ പോലെ ദർ ആർ എപ്പോഴും ലൂപ്സ് ഉണ്ടാവും, ലൂപ്പ് ഹോൾസ് ഉണ്ടാവും. എന്നിരുന്നാൽ പോലും 4 സ്റ്റേഡിയം, 33 മാച്ചസ് കവർ ചെയ്യാൻ ഇറ്റ്സ് നോട്ട് ഈസി വിത്ത് സച്ച് എ ബിഗ് ക്രൗഡിൻ്റെ ഇടയിൽ. ടു ആൻ എക്സ്റ്റെൻറ്റ് ദേ ഹാവ് ഡൺ ഇറ്റ് വെൽ. വി ആർ ഹാപ്പി. ഓക്കെ, സോ അതാണ് ഒരു എക്സ്പെക്ടേഷൻസ്. ലൈക്ക് ഒരു ബേസിക് ക്വസ്റ്റനിൽ നിന്ന് എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുണ്ട്, വൈ ഫുട്ബോൾ? Because you are the CEO of the Castle Group in Qatar. You are one of the owners of the Kannur Warriors FC. Entrepreneurial നിന്നും ഫുട്ബോളിലേക്ക്, ആൻഡ് ഓഫ് കോഴ്സ് യു ഹാവ് another film റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷനും കൂടി ഉണ്ട്. വിൽ ഗെറ്റ് ടു ദാറ്റ്. പക്ഷേ എങ്ങനെയാണ് ഇതൊക്കെ ജഗിൾ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഫുട്ബോളിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓൺട്രപ്രനർ ജേർണിയിലേക്ക് ഒരു തിരിവ് വന്നത്? ഞാൻ പറഞ്ഞില്ലേ, ബേസിക്കലി ഐ എം എ സിവിൽ എഞ്ചിനീയർ. ഞാൻ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്നു. ഐ യൂസ് ടു വർക്ക് 24 hours 365 days ടു ഡെവലപ്പ് ദ ബിസിനസ്. ബിസിനസ് വാസ് മൈ പാഷൻ. പറഞ്ഞില്ലേ, ഇതിനിടയിൽ ഒത്തിരി ഖത്തറാണ് ഇപ്പോൾ ഫീഫ ഹോസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് ഖത്തറിൽ തന്നെ ഒത്തിരി അനവധി ക്ലബ്ബുകളുണ്ട്. ആ ക്ലബ്ബുകളിൽ അനവധി എക്സ്പാർട്സും എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും അവിടെ കളിക്കുന്നുണ്ട്. സോ ദേ കം ഫോർ സ്പോൺസർഷിപ്സ്. സോ ബാക്ക് ടു കേരളത്തിൽ നിന്ന് വന്ന് ഖത്തറിൽ കളിച്ച് വളരാൻ അവരുടെ സ്പിരിറ്റ് ഭയങ്കര. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ സ്പോൺസർ ചെയ്താൽ അവർക്കൊരിക്കലും കേരളം മിസ് ചെയ്തൊന്നും തോന്നില്ല. ഈ പറഞ്ഞ പോലെ ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും അവർക്കൊരിക്കലും കേരളത്തിൽ നിന്ന് വന്ന് അവിടെ ജോലി ചെയ്യുന്നു, ആ സമയത്ത് സ്പോർട്സ് മിസ് ചെയ്യുന്നെന്ന് ഒരിക്കലും അവർ തോന്നാറില്ല. അപ്പോൾ ഞങ്ങളെപ്പോഴും ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും, ഇവരുടെ ഡെവലപ്മെൻറ്റും. നമ്മൾ സ്വയം എനർജൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, ബിസിനസ്സിൻ്റെ ഇടയിൽ ഈ സ്പോർട്സ് നമ്മളെപ്പോഴും എനർജൈസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇങ്ങനത്തെ ഒരു SLK ലീഗ് ഫോം ചെയ്യാൻ തുടങ്ങിയപ്പോൾ വി ആർ ഓൾസോ ഇൻട്രസ്റ്റഡ്. വി സെഡ് വി ആൾസോ വിൽ ബി ആൾസോ പാർട്ട് ഓഫ് ഇറ്റ്. അങ്ങനെയാണ് ഈ കണ്ണൂർ ടീം എടുത്ത് ഞങ്ങൾ മുമ്പോട്ട് പോയത്. ഓക്കെ, പക്ഷേ ഈ ലൈക്ക് ഒബ്വിയസ്ലി ബിസിനസ്സും എല്ലാം കൂടെ ജഗിൾ ചെയ്യാനായിട്ട് ഇസ് ഇറ്റ് വെരി ഡിഫിക്കൾട്ട്? ബിസിനസ്സും സ്പോർട്സും ഇതിനിടയിൽ ഫിലിം പ്രൊഡക്ഷൻ ഉണ്ട്. എക്സാക്ട്ലി, ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷേ ഐ ട്രൈ ടു ഫൈൻഡ് ടൈം ഫോർ എവറിത്തിങ്. ഞാൻ പറഞ്ഞില്ലേ, 24 hours വാട്ട് എവർ ഐ ഡു, എനിക്കത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഈ പറഞ്ഞ പോലെ കുറച്ച് നാൾ ഫിലിം പ്രൊഡക്ഷനിലുണ്ടായിരുന്നു, 3-4 ഫിലിമുകൾ പ്രൊഡ്യൂസ് ചെയ്തു. ബട്ട് when I found it's a cancer because I didn't make any money, it was losing. Okay. but I learned many things from that one. So
Yeah, so ഇതിനകത്ത് of course, this question is, you said you are obviously losing money and you obviously have ഒരു previous experience കൂടെ ഉണ്ട് in terms of this as a business, right? So talk to us about that. ഇതൊരു business model ആയിട്ട് എങ്ങനെയാണ്? How do you take it forward? ഫുട്ബോൾ ആസ് എ ബിസിനസ് മോഡലായിട്ട് മാത്രം കണ്ടാൽ പോരാ, അതൊരു പാഷനായിട്ട് കൂടി കാണണം. ഓക്കെ, ഒരു ബിസിനസ്സായിട്ട് കാണുമ്പോൾ ശരിയാണ്, എക്കണോമി ക്യാൻ ബി ഡെവലപ്ഡ്, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒത്തിരി കൊണ്ടുവരാൻ പറ്റും, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാം, ഒത്തിരി പേർക്ക് ജോലികൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ഐ മീൻ ഡയറക്റ്റ് ജോബ്സ്. ഇപ്പോൾ ഓരോ ടീമും 25 പ്ലേയേഴ്സ് ആണെങ്കിൽ തന്നെയും ഒരു 30 പേരെങ്കിലും സപ്പോർട്ടിങ് സ്റ്റാഫ് ഉണ്ടായിരിക്കും. ഓക്കെ, ഞങ്ങളെ സംബന്ധിച്ചോളം ഇൻ ദ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഇറ്റ്സ് നോട്ട് ഈസി ടു ഏൺ മണി, ബട്ട് ഞാൻ പറഞ്ഞ പോലെ അത് നമ്മളെ എനർജൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബട്ട് അറ്റ് എ ലേറ്റർ സ്റ്റേജ് കേരളമാണ് ഫുട്ബോളിൽ ഇന്ത്യയിൽ, കേരളം, വെസ്റ്റ് ബംഗാൾ, ഗോവ ഏറ്റവും പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന 4-5 സ്റ്റേറ്റിലൊന്ന് കേരളമാണ്. കേരളത്തിലെ ഏറ്റവും ഡെവലപ്പ് ചെയ്ത് വരുന്ന സ്പോർട്സും ഫുട്ബോളാണ്. ഞാൻ പറഞ്ഞില്ല, ആദ്യ കാലങ്ങളിൽ തുടങ്ങി തന്നെ സന്തോഷ് ട്രോഫി, ചാക്ലോസ് ട്രോഫി, കേരള പ്രീമിയർ ലീഗ്, ഇതൊക്കെ വളരെ ഫേമസ് ആയിരുന്നു. ഞങ്ങളുടെ ചെറുപ്പകാലത്തിലും ഈ പറഞ്ഞ പോലെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യും. പക്ഷേ അന്നൊക്കെ അമ്മ പറയാം പോയിരുന്ന് പഠിക്കണം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, പാരൻസും അത് കുറച്ച് ചേഞ്ച് ചെയ്ത് തുടങ്ങി. സ്പോർട്സ് ഒരു കരിയറാക്കി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. സോ സ്ലോലി ഈ പറഞ്ഞ പോലെ ISL പോലെയും പ്രീമിയർ ലീഗ്സ് പോലെയും ഡെവലപ്പ് ചെയ്തെടുത്ത് വാല്യുവേഷൻ ഗെയിം ആയിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. വി ക്യാൻ ഏൺ മണി ലേറ്റർ സ്റ്റേജ്, ബട്ട് അറ്റ് ദിസ് ടൈം വി കൺസിഡർ ഇറ്റ് ആസ് എ പാഷൻ. ഓക്കെ, ബിക്കോസ് നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഹി ഒബ്വിയസ്ലി സെഡ് ദാറ്റ് ഇതൊരു ബ്രേക്ക് ഈവൻ പോയിന്റ് ആവാൻ വേണ്ടിയിട്ട് മിനിമം 5 years വേണ്ടി വരും അല്ലേ? 5 years ബ്രേക്ക് ഈവൻ ആകുമോ എന്ന് ചോദിച്ചപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഗോഡ് നോസ്, ലെറ്റ്സ് ഹോപ്പ് സോ എന്നുള്ളൊരു പോയിന്റ് ആണ്. സോ പാഷൻ ഇസ് യുവർ ഡ്രൈവിംഗ് ഫാക്ടർ. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ഏതൊരു സ്പോർട്സും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ സ്പോൺസേഴ്സ് വേണം. നമ്മുടെ കോർപ്പറേറ്റ്സിന് വേണമെങ്കിൽ സ്പോൺസർ ചെയ്യാം, പക്ഷേ ഇപ്പോഴും കോർപ്പറേറ്റ്സ് മുമ്പോട്ട് അങ്ങോട്ട് വരുന്നില്ല സ്പോൺസർ ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കണ്ണൂർ സ്റ്റേഡിയത്തിൽ ഫ്ലഡ് ലൈറ്റിൻ്റെ കുറവുണ്ട്. വി അപ്രോച്ച് ഫെഡറൽ ബാങ്ക് ഫോർ ദ CSR ഫണ്ട്. ദേ ക്ലിയർലി സെഡ് വി വിൽ ഡു ഇറ്റ്. അങ്ങനെ ഫോർ ദ അപ്ഗ്രേഡിംഗ് ഓഫ് ത്രൂ KFA, കേരള ഫുട്ബോൾ അസോസിയേഷനാണ് അത് ഇനീഷ്യേറ്റ് എടുത്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. എല്ലാ കോർപ്പറേറ്റ്സിനും ഒരു ഫണ്ട് ഉണ്ട്, സ്പോർട്സിനും ബാക്കി CSR ഫണ്ട് ഉണ്ട് സ്പെൻഡ് ചെയ്യാൻ. പക്ഷേ ദേ ആർ നോട്ട് കമ്മിങ് അപ്പ്. അങ്ങനെ അവരെല്ലാവരും വന്നു കഴിഞ്ഞാൽ ദി സ്പോർട്സ് ക്യാൻ ബി റിയലി ഡെവലപ്ഡ്. കാരണം സ്റ്റുഡൻസും അത്രയധികം പാഷനേറ്റ് ആണ് ഇപ്പോൾ സ്പോർട്സിന് വേണ്ടിയിട്ട്. നോട്ട് ഓൺലി ഫുട്ബോൾ, ക്രിക്കറ്റ് ആയാലും ബാക്കി ഏത് സ്പോർട്സ് ആയാലും. സോ കോർപ്പറേറ്റ് ഷുഡ് ബി റെഡി ടു സ്പെൻഡ് മണി ഫോർ സച്ച് സ്പോർട്സ്. ഇത് നമുക്ക് നമ്മുടെ പോഡ്കാസ്റ്റിലൂടെ ഒരു അപ്പീലായിട്ട് കരുതാം to all the corporations watching. Please come forward because the youth of Kerala wants to play. This talent ऐसे खुद कोई भरा जैसे और പറയട്ടെ. കേരളം നമുക്ക് എല്ലാവർക്കും റിച്ച് വിത്ത് കൾച്ചറൽ ഹെറിറ്റേജ്. വി ഹാവ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ്, സെറിൻ ബാക്ക് വാട്ടേഴ്സ്. ഈ ഒരു 400 to 500 kilometers 4 ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. വേറൊരു സ്റ്റേറ്റിലും അതില്ല. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, 100% ലിറ്ററസി ഉള്ള സ്റ്റേറ്റാണ് കേരളം. വി ആർ വെൽ വിത്ത് ഹെൽത്ത് എക്സ്പെർട്സ്, ടെക്നോക്രാറ്റ്സ്, ഫിനാൻഷ്യൽ ജയൻസ്, മൾട്ടിബില്യൺ ബിസിനസ് ആൾക്കാരുണ്ട്. സോ ദാറ്റ്സ് വൈ വി കോൾ ഇറ്റ് ആസ് എ ഗോഡ്സ് ഓൺ കൺട്രി. നമ്മളാകെ കുറച്ച് കേരളം വീക്കുള്ളത് സ്പോർട്സിൽ മാത്രമാണ്. വീക്ക് എന്ന് പറയാൻ പറ്റില്ല. വി ഹാവ് 5 സ്റ്റേഡിയംസ് വിത്ത് എ കപ്പാസിറ്റി ഓഫ് 20 to 30,000. എനിക്ക് തോന്നുന്നൊരു 600 രജിസ്റ്റേർഡ് ക്ലബ്സെങ്കിലും ഉണ്ടാവും, ഫുട്ബോൾ ക്ലബ്സ് മാത്രം കേരളത്തിൽ. ഒരു മോർ ദൻ 500 ആർട്ടിഫിഷ്യൽ ടർഫ്സ് ഉണ്ടാവും. പക്ഷേ ഇതിനെല്ലാം ഒരു പ്രൊഫഷണൽ മുഖം ഉണ്ടാക്കി കൊടുക്കണം അല്ലേ? അത് ലാക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് സ്പോർട്സ് ഇപ്പോഴും ചെറുതായിട്ട് പുറകോട്ട് നിൽക്കുന്നത്. എപ്പോഴും എല്ലാത്തിലും ഫസ്റ്റ് ആവാൻ പറ്റില്ലല്ലോ. Correct. To take us to your childhood now. ഇപ്പോൾ കൊച്ചിയിലാണ്, you are from കൊച്ചി എന്ന് പറഞ്ഞു, ആൻഡ് കൊച്ചിയിൽ you grew up. അപ്പോൾ what was your childhood like? രാജഗിരിയിലാണ് ഞാൻ പഠിച്ചു വളർന്നത്, രാജഗിരി, കളമശ്ശേരി. സോ രാജഗിരി ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു എവറിത്തിങ്, സ്പോർട്സ്, എഡ്യൂക്കേഷൻ, എവറിത്തിങ്. സോ ചെറുപ്പത്തിലെ സ്കൂൾ ടൈമുകളിൽ തന്നെ ഒരു 1 hour ഇതുണ്ട്, സ്പോർട്സിന് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാസ്കറ്റ് ബോൾ, ഫുട്ബോൾ, ക്രിക്കറ്റ്, ഇതെല്ലാം സ്ലോലി ഞങ്ങൾ കളിക്കും. പക്ഷേ ഇതൊരു സെക്കൻഡ് ലെവലിൽ അന്ന് എടുക്കാൻ പാരൻസ് ആരും സമ്മതിക്കില്ല. ഫുട്ബോൾ ഒരു കരിയറാക്കി എടുക്കാൻ, അല്ലെങ്കിൽ സ്പോർട്സ് ഒരു കരിയറാക്കി എടുക്കാൻ അന്നും. കാരണം അന്നത്തെ വിഷണറിയിൽ എല്ലാവരും either ഡോക്ടർ, എഞ്ചിനീയർ, ചാർട്ടേഡ് അക്കൗണ്ട്സ്, ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക് മാറണം. മനസ്സിലായി? അപ്പോൾ ബേസിക്കലി സ്പോർട്സ് ഒരു കരിയർ ആക്കിയെടുക്കാൻ അന്നും ആരും സമ്മതിച്ചിരുന്നില്ല. ഇല്ല. സോ ചൈൽഡ്ഹുഡിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിരുന്ന സന്തോഷ് ട്രോഫി എപ്പോഴും കാണാൻ പോകും. മാരാസ് കോളേജ് ഗ്രൗണ്ടിൽ സന്തോഷ് ട്രോഫി കാണാൻ പോകുമ്പോൾ അതൊരു ഭയങ്കര രസം തന്നെയായിരുന്നു. ആകെ എറണാകുളത്ത് ഡെവലപ്പ് ചെയ്ത സ്റ്റേഡിയം
പകുതി അതും 1/4 ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 3/4 മുള കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റേഡിയമാണ്. ഇത് ഏത് വർഷത്തിലായിരുന്നു? ദിസ് ഇൻ ഐ ബോൺ ഇൻ 67, സോ 75-76 കാലഘട്ടത്തിൽ. ഐ തിങ്ക് അപ് ടു 85 ഈ ടെമ്പററി സ്റ്റേഡിയംസ് ഉണ്ടാക്കുമായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫുൾ. എനിക്ക് തോന്നുന്നു 25,000-30,000 ക്രൗഡ് അന്ന് ഫുൾ ആയിരുന്നു മാരസ് കോളേ ഗ്രൗണ്ട്. ഇറ്റ് വാസ് ഭയങ്കര സന്തോഷ് ട്രോഫി ആയിരുന്നു ഞങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റവും ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന സ്പോർട്സ്. Okay, all right. So now I'm going to bring the conversation to തങ്ങളുടെ മൂവി റിലേറ്റഡ് ഇൻവോൾവ്മെന്റ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നീരാളി എന്ന് പറയുന്ന ലാലേട്ടന്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഇദ്ദേഹമാണ്. And of course among many other movies that he's been a part of. അപ്പോൾ how was your experience working with Laletan and being a producer? ഒരു entrepreneurial നിന്നും ഒരു പ്രൊഡ്യൂസറിലേക്ക് ആവാനായിട്ടുള്ള ഒരു ട്രാൻസിഷൻ, അതിനെ കുറിച്ച് പറയും. സ്പോർട്സിൽ നിന്നൊരു ട്രാൻസിഷൻ മൂവി ആയിരുന്നു ഫസ്റ്റ്. ഐ എം എ പാഷനേറ്റ് ബിസിനസ്മാൻ. എല്ലാം ട്രൈ ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു രസമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു, സന്തോഷ് ടി കുരുവിള. പുള്ളി പ്രൊഡക്ഷനിൽ ഓൾറെഡി ഉണ്ട്. അപ്പം വി സ്റ്റാർട്ടഡ് വിത്ത് മായാനിധി. Mayanadil, I started investing a small amount. Then he said, "It's a huge hit." Yeah, it's a huge success. It was a success. That's ഒരു point അല്ലേ? So I thought I am not in the center of production. Okay, I don't. So അത് കണ്ടപ്പോൾ I thought, okay, let us move എന്ന് പറഞ്ഞു. പക്ഷേ the first movie was നിമിർ. മഹേഷിൻ്റെ പ്രതികാരം ഞങ്ങൾ റീമേക്ക് ചെയ്തു തമിഴിൽ. മിസ്റ്റർ പ്രിയദർശൻ സാറായിരുന്നു എൻ്റെ ഡയറക്ടർ. പക്ഷേ ആ മഹേഷിൻ്റെ പ്രതികാരത്തിൻ്റെ ഇത് ഒരു ചെരുപ്പിൻ്റെ കഥയായിരുന്നു കുറച്ചും കൂടി. തമിഴ്നാട്ടിൽ ആരും ചെരുപ്പിടില്ല. അപ്പൊ നിമർ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ എഞ്ചിനീയറിംഗ് ഫ്രണ്ട്സ് വിളിച്ചു പറഞ്ഞു, തമിഴ്നാട്ടിൽ ആരും ചെരുപ്പിടില്ല പാതി. പിന്നെ പടം ഇങ്ങനെ സക്സസ് ആവാൻ സ്റ്റാലിനായിരുന്നു എൻ്റെ. ദെൻ വി മൂവ് ടു നീരാളി. നീരാളിയും ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹോളിവുഡ് മൂവി പോലെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇറ്റ് ഡിഡ്ന്റ് സക്സസ്. നമുക്ക് അത് കഴിഞ്ഞ് വി പ്രൊഡ്യൂസ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. ദാറ്റ് ഈസ് എ ബിഗ് സക്സസ് with Vipin Atlee. Okay. സ്വരാജ് വെഞ്ഞാറമൂടും ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എനിക്ക് തോന്നുന്നു വേ അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം ആയിരുന്നു. ആൾക്കാർ were not ready for നമ്മുടെ വോളി പോലത്തെ ഉള്ള ഒരു സിനിമയല്ല. ബട്ട് അക്സെപ്റ്റ് ചെയ്തിരുന്നു. ഇറ്റ് വാസ് എ ഗുഡ് മൂവി. വി മെയ്ഡ് മണി ഔട്ട് ഓഫ് ഇറ്റ്. പക്ഷെ ഓൾ ടുഗദർ നോക്കുമ്പോൾ ഇറ്റ് ഇസ് എ ലോസ്. സോ മൂവിങ് ഓൺ, ഫാമിലിയിൽ നിന്നും അത്ര ഒരു സന്തോഷമില്ല ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷനിലേക്ക് നീങ്ങാൻ. ദേ ആർ നോട്ട് സോ ഹാപ്പി. അതുകൊണ്ട് ഞാൻ അത് വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഐ എം ലൂസിങ് മണി ആൾസോ. സോ വെൻ ഐ ഫൈൻഡ് ഇറ്റ് ഔട്ട് ഇറ്റ്സ് എ ക്യാൻസർ, ഐ ജസ്റ്റ് സ്റ്റോപ്പ്. ഓക്കെ, സോ നമ്മളൊരു വർക്ക്ഔട്ട് ആവാത്ത ബിസിനസ് നമുക്ക് ക്യാൻസർ എന്ന് ലേബൽ ചെയ്യാം. Exactly. Better cut it off there instead of losing money. Okay. So that's a good tip. At which point do you realize that okay, എനിക്ക് ഈ ബിസിനസിന്റെ ഒരു ഭാഗമാകണ്ട? At which point do you feel എനിക്ക് ഇത് കട്ട് ഓഫ് ചെയ്യണം? See, looking back, നമ്മൾ റിയലൈസ് ചെയ്യുന്ന വെച്ചാൽ ഓരോ കൊല്ലത്തെയും സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ 300 പിക്ചേഴ്സ് അല്ലെങ്കിൽ ലെസ് ദാൻ ദാറ്റ് ഓരോ വർഷവും പിടിക്കുന്നുണ്ട്. അതിൽ 10% മാത്രം സക്സസ് ഉള്ളൂ, ഫിനാൻഷ്യലി സക്സസ്. 10% ഒരു ബ്രേക്ക് ഈവൻ വരുന്നു മൂവി. ബാക്കി 80% ലോസിലാണ് മൂവിയിൽ വരുമ്പോൾ. അപ്പോൾ അതൊരു ഗാംബ്ലിംഗ് പോലെയാണ്. ഐദർ സക്സസ് ഓർ വിൻ സിറ്റുവേഷനാണ്. അപ്പോൾ വൈ ഷുഡ്, ഫാമിലിക്ക് ഇഷ്ടമില്ല, മണി ലൂസ് ചെയ്യുന്നു, സോ വൈ ഷുഡ് വി ഗോ ഫോർ ദാറ്റ് വൺ? Fair. Okay, so we understood വീട്ടില് who calls the shots, ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് വീട്ടില്, അത് നമുക്കൊരു ഇൻസൈറ്റ് കിട്ടി. Wife holds the cards. Okay, but how is it working with Laletan? Two legends I know. One is Laletan, the second is Kapil Dev. Oh, that's a good association. Such a lovely person. എനിക്ക് ഐ തിങ്ക് ഒരു മോർ ദാൻ 15 years ആയിട്ട് ലാലേട്ടൻ്റെ ഏതെങ്കിലും ഒരു ഫൺ മൊമെന്റ് ഷെയർ ചെയ്യാവോ ഫ്രോം യുവർ? ലാലേട്ടൻ്റെ എല്ലാം ഫണ്ണാണ്. എവറിത്തിങ് ഇസ് ഫൺ. എപ്പോഴും നമ്മൾ കണ്ടാലും മോനെ എന്തുണ്ട് വിശേഷങ്ങൾ. ദ വൺ തിങ് വാസ് മസ്കറ്റിൽ ഇതുപോലെ ലാലേട്ടൻ്റെ ഷോ നടക്കുന്നുണ്ട്. സോ ഹി സെഡ്, എൻ്റെ പാർട്ട്ണർ ഉണ്ട് ജോൺ തോമസ്, സന്തോഷ്, യു ഓൾ 3 കം ടു മസ്കറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ബിസിനസ് ലഞ്ച് മസ്കറ്റിൽ ബിസിനസ്സുകാർ ഹോസ്റ്റ് ചെയ്യാണ്. സോ ഹി സെഡ് പ്ലീസ് വെയിറ്റ് ഫോർ 10 or 15 minutes, ഞങ്ങളുടെ 3 ഫ്രണ്ട്സും കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാം സർപ്രൈസ്, ആരാണ്, പേര് പറഞ്ഞു, വൺ ഈസ് മിബു, ജോൺ തോമസ്. സോ മെനി നോസ് മീ. ലഞ്ച് ടേബിളിൽ ഇരിക്കുകയാണ്. ഞങ്ങൾ വന്ന വഴിക്ക് ലാലേട്ടൻ എന്നിട്ട് ഞങ്ങൾ 3 പേരെയും സ്വീകരിച്ചു. സോ ഓൾ വാസ് സർപ്രൈസ്. ഇരിക്കുന്ന PNC മേനോനും ഗൾഫാർ മുംബൈയിൽ ഇങ്ങനെയുള്ളവരൊക്കെയാണ്. ഓൾ ആർ സർപ്രൈസ്. ദാറ്റ്സ് ദ വേ ഹി ടേക്ക് കെയർ ഓഫ് ദ ഫ്രണ്ട്സ്. ഭയങ്കര gentle, polite. Yeah, I've seen that. Very humble, down to earth.
ഐ ആം സോ ഹാപ്പി ടു സേ പല പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. 2022 ഫീഫയിൽ എൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തത് ലാലേട്ടനാ. സോ സെക്കൻഡ് കപിൽ ദേവ് ഇതുപോലെ തന്നെ വേറൊരു ലെജൻഡാണ്. ടേക്സ് കെയർ ഓഫ് ദ പീപ്പിൾ വെരി വെൽ. പിന്നെ ലാലേട്ടനെ കുറിച്ച് പറഞ്ഞാൽ ഒരാളുടെ പേര് ഒരിക്കൽ പറഞ്ഞപ്പോൾ ജീവിതകാലം മറക്കില്ല. Right. Okay, so ഈ ഒരു കണ്ണൂർ വാരിയേഴ്സ് FC, right? You have 8 owners, like totally നിങ്ങൾ 8 പേരാണ്. ഈ ഒരു because entrepreneurs ഉണ്ട്, ആസിഫ് അലി is also a part of you. എങ്ങനെയാണ് നിങ്ങൾ ഈ 8 പേര് ഒത്തുചേർന്നത് ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തത്? Initially we thought of 3 or 4 directors ആയിട്ട് മുമ്പോട്ട് പോകാം. But later we found out that we have to spend an average of 6 to 8 crores every year. Okay, and we may be gaining 1 crore or 1.5 crores from the sponsorships and certain amount from the league. So it's a big thing. Losing 6 to 8 crores for next 5 years is not a small task. Okay, so we thought of expanding the directorship. അതിനകത്ത് 7 പേര് വന്നു. ഐ തിങ്ക് 5 പേര് ഖത്തറിൽ നിന്നാണ്, 6 പേര് ഖത്തറിൽ നിന്ന്, ഒരാൾ ദുബായ്, ഒരാൾ ഇന്ത്യ, ആൻഡ് ആസിഫ് അലി ഇസ് എ സെലിബ്രിറ്റി പാർട്ട്ണർ. സോ ടു മേക്ക് മോർ വൈബ്രൻറ്റ് ഞങ്ങൾ ആസിഫ് അലിനെ കൂടി കൊണ്ടുവന്നു. ഫ്രണ്ട് റണ്ണിൽ നിൽക്കുമ്പോൾ ഐ യൂസ് ടു റൺ ദ ഷോ. ദെൻ മിസ്റ്റർ കെ വർഗീസ് ഉണ്ട്, എൻ്റെ ഹാർഡ് കോർ ഫുട്ബോൾ ഫാനാണ്. അവർ ചെയർമാൻ ഇസ് ഡോക്ടർ ഹസൻ കുഞ്ഞ്, ഈസ് എ ബിഗ് ബിസിനസ് കൺഗ്ലോമറേറ്റ് റൺ ചെയ്യുന്ന ഒരാളാണ്. ഈസ് ഇൻ ദ ഡയറക്ടർഷിപ്പ് ഓഫ് കണ്ണൂർ എയർപോർട്ട് ഓൾസോ. ബട്ട് we three, myself, Dr. Ajit, K Worgis run the show. Others will back up. We'll brief them everything. And there is no from all of them, because we all together take the decisions at last. ഒരുപാട് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല to come on board. Because first year we didn't find such a difficult, but second year everybody is planning to be the champion. And from the backil നിന്ന് നമുക്ക് we can hear the sounds murmuring. All the 6 teams want to be the champions. അപ്പോൾ എല്ലാ 6 teamsum they are trying for the best players-നെ എടുക്കുന്നു, best സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരുന്നു. So nobody wants a failure in them. So that's a ഇപ്പൊ ഈ ഇത്രയും ആൾക്കാർ ഫ്രം ഡിഫറെന്റ് വാക്സ് ഓഫ് ലൈഫ് നിങ്ങൾ ഒരുമിച്ച് ഒത്തുചേർന്ന് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു. നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും രസകരമായ മൂമെന്റ്സ് നടന്നിട്ടുണ്ടോ ദാറ്റ് യു കെൻ സഡൻലി തിങ്ക് ഓഫ്? രസകരമായ മൂമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാരെയും ഒരുമിച്ച് കൊണ്ടുവരുന്നത് ഒരു ടാസ്ക്. ബിക്കോസ് ഐ യൂസ് ടു ഷാർപ്പായിട്ട് പറയും, എല്ലാവരും വരണമെന്ന് പറയും. പക്ഷെ അപ്പൊ ഏറ്റവും സീനിയർ ഇസ് ഡോക്ടർ ഹസൻ കുഞ്ഞാണ്. ഹസൻ കുഞ്ഞ് പറയും, വിഭു നീ പറഞ്ഞാൽ മാത്രമേ എല്ലാവരും വരുള്ളൂ. ബിക്കോസ് എല്ലാവർക്കും അറിയാം we three will take care of the things. മിസ്റ്റർ മദനി എന്ന് പറഞ്ഞ APCയുടെ ചെയർമാൻ ആണ്. ഈ റൺ ദ ബിസിനസ് ഓൾ ഓവർ ദ വേൾഡ്. ആൻഡ് കെ വർഗീസ് ഇസ് അനദർ ബിസിനസ് മാൻ. പുള്ളിയൊക്കെ 24 hours 365 days ഫുള്ളി ഓക്യുപ്പൈഡ് ആണെങ്കിൽ പോലും ഹൈലി പാഷനേറ്റ് ഇതാണ്, ഒരു ഫുട്ബോളറാണ്. അപ്പം കെ വർഗീസ് സാർ ഈ പ്രാവശ്യം വന്നപ്പോഴാണ് എനിക്ക് കുറച്ച് റിലാക്സ് ആയത്. കംപ്ലീറ്റ്ലി ഹിസ് പ്ലാൻസ് ഈസ് ടു ബ്രിങ് കണ്ണൂർ വാരിയേഴ്സ് ടു ദ ടോപ്പ് ലെവൽ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം വി ഹാവ് സീൻ ദ ഫീഫ. ഖത്തർ ദ ബെസ്റ്റ് വേൾഡ് കപ്പ് ഓർഗനൈസ് ചെയ്തു. ബട്ട് ഫോർ us it's not a surprise, because Qatar is filthy rich. They have money. Okay, they need only little planning. പക്ഷെ നമ്മൾ കേരളം അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. കേരളത്തിൽ പ്ലാനിങ് മാത്രമല്ല, we need fund. അതാണ് ഡിഫറൻസ്. Qatar hosted the best World Cup we have seen 12 years. 2010 when it was declared, we are so happy because infrastructure development fundum ഒക്കെ ആയിട്ട് 12 years went so fast. And it is like an ഓണം. ആ ഫീഫയുടെ സമയം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഓണം തന്നെയായിരുന്നു. ആ ഒരു 1 month ഞാൻ പറഞ്ഞില്ലേ, എത്രയോ ഞങ്ങളുടെയൊക്കെ ഒരു 10-100 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. വീട്ടിലൊക്കെ ഫുൾ ഗസ്റ്റ് ആയിരുന്നു ഫുൾ. അപ്പൊ വൈഫ് ഇങ്ങനെ പേടിയാണ്, വിവരൊക്കെ എവിടെ കിടക്കും, ഞാൻ എവിടെയെങ്കിലൊക്കെ കിടന്നോളൂ. ബിക്കോസ് അവർക്ക് പുറത്തു പോകാൻ താല്പര്യമില്ല. ഈ പറഞ്ഞ പോലെ ഇറ്റ് വാസ് എ റിയൽ സെലിബ്രേഷൻ ടൈം. വി ഹവ് സീൻ 8 സ്റ്റേഡിയം ചില സ്റ്റേഡിയംസ് ഒക്കെ 2 kilometers ഡിസ്റ്റൻസ് ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന്. വിത്തിൻ എ റേഞ്ച് ഓഫ് 70 to 80 kilometer ഡിസ്റ്റൻസിലാണ് ഈ 8 സ്റ്റേഡിയം നിൽക്കുന്നത്. വേറെ 2026 ഫീഫ ഹോസ്റ്റ് ചെയ്യുന്നത് മെക്സിക്കോ, US ആൻഡ് കാനഡ. 3 എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ആണ്. അപ്പൊ ആലോചിച്ച് നോക്കി എന്ത് രസമായിരുന്നു. ഖത്തർ കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിരുന്നു, വെരി കൺവീനിയന്റ് ആയിരുന്നു. സോ ആ ഒരു ഇത് കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ബേസിക്കലി കേരളത്തിന്റെ ദാരിദ്ര്യത്തിനെ കുറിച്ചാണ്. കേരളം ഒരിക്കലും ദാരിദ്ര്യം എന്ന് പറയാൻ പറ്റില്ല. സ്പോർട്ട് ഔട്ട്ലുക്ക് ഓവറോൾ കേരളം ഇസ് റിച്ച് വിത്ത്, ഞാൻ പറഞ്ഞില്ലേ, കൾച്ചറൽ ഹെറിറ്റേജ് ആണ്.
റിച്ച് വിത്ത് NRIസിന്റെ ഫണ്ട് ഉണ്ട്, പക്ഷെ അത് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അത്രയേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ. റൈറ്റ്. സോ ഇപ്പോൾ സിൻസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ലിറ്റിൽ ബിറ്റ് ഓഫ് എ ദാരിദ്ര്യം പിടിച്ച സിറ്റുവേഷൻ, ചെറിയ ഞങ്ങൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തപ്പോൾ വി വർ ടോക്കിംഗ് സംതിങ് അബൌട്ട് യുവർ പേഴ്സണൽ റിലേറ്റഡ്. സോ ഒബ്വിയസ്ലി വളർന്നു വന്നപ്പോൾ വെൻ യു വർ ഗ്രോയിങ് അപ്പ് ആൻഡ് വെൻ യു വർ പ്ലേയിങ് ദ ഗെയിം, ആ സമയത്ത് ഒബ്വിയസ്ലി ഫണ്ട്സ് കുറച്ച് ഷോർട്ട് ആയിരുന്നു. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്ത്? ടെൽ ദി ഓഡിയൻസ് അബൌട്ട് ദാറ്റ്. ഫണ്ട്സ് ഷോർട്ടല്ല, ഫണ്ട്സ് ഇല്ല. ഞാനല്ലേ അന്നൊക്കെ നമുക്ക് പാരന്റ്സിനോട് ചോദിക്കാൻ ഭയങ്കര മടിയാ. ഈ പറഞ്ഞ പോലെ വി ഓൾ ഡെവലപ്പ് സീയിങ് ദ പേഴ്സ് ഓഫ് പാരന്റ്സ് എന്ന് പറയുന്നത്. അതേസമയം ഇപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങനെയല്ല. അപ്പൊ ഞാനത് വാങ്ങിച്ചു, ഇത് വാങ്ങിച്ചു, അത് വാങ്ങിച്ചിട്ട് അവർ നമ്മളോട് പറയുന്നുള്ളൂ. ചെറുപ്പത്തിലേ ഞങ്ങൾ പറയും, മോളെ ഞങ്ങള് പണ്ടൊക്കെ അപ്പയോട് ചോദിക്കുന്നില്ല, മമ്മിയോട് ചെന്ന് പതുക്കെ പുറകെ കൂടെ മമ്മിക്ക് ആ കളിക്ക് പോകണം, ഈ കളിക്ക് പോകണം, ഏയ് വേണ്ട, ആദ്യം നോന്നായിരുന്നു അന്നത്തെയൊക്കെ. അപ്പൊ അത് രസം തന്നെയാണ്. അപ്പൊ മമ്മി പതുക്കെ പോയി ഫാദറോട് പറയും അവർക്ക് തന്നെ വേണം, അതിനെന്താ പോയിക്കോട്ടെ. പക്ഷെ ഫാദർ കുറച്ചും കൂടി ഇതായിട്ട് പറയും. പക്ഷെ ആ വേ ഓഫ് അപ്രോച്ച് അന്ന് ഭയങ്കര പേടിയായിരുന്നു. ഇന്ന് പിള്ളേർക്ക് ആ പേടിയൊന്നും ഇല്ല, വാങ്ങിച്ചിട്ടാണ് പറയാ. സോ അതൊരു ഭയങ്കര രസമായിരുന്നു അന്നത്തെ കാലങ്ങളിലൊക്കെ. ഞാൻ പറയാം, ഈ ഓണ സെലിബ്രേഷൻ പോലെയായിരുന്നു. ഇന്നൊക്കെ എല്ലാം ഹൈടെക് ഓണമായി പോയി. അന്നത്തെ സമയത്ത് നമ്മൾ പാടത്തിലും പറമ്പിലും ഒക്കെ ഓണ സെലിബ്രേഷൻ പോലെ തന്നെ ഫുട്ബോൾ പാടത്തൊന്നും അടിച്ച് ചെല്ലുമ്പോൾ കളിക്കാൻ കൈയും കാലും ഒക്കെ പൊട്ടി ഈ പറഞ്ഞ പോലെ തിരിച്ചു വരുമ്പോൾ ആകെ പൊടിയൊക്കെ ആയിട്ട് ഇന്ന് അതൊന്നും ചിന്തിക്കാൻ തന്നെ പറ്റുന്നില്ല. ഇറ്റ് വാസ് അതെ, അന്ന് ഇച്ചിരി പോക്കറ്റ് മണി വെച്ചിട്ട് നിങ്ങൾ കളിക്കുകയും വേണം, കഴിക്കുകയും വേണം, കുടിക്കുകയും വേണം. നാട്ടിൽ ചെല്ലുമ്പോ കശുവണ്ടി കിട്ടും, കശുവണ്ടി വിറ്റ് കാശുണ്ടാക്കും. എന്നിട്ട് ചെറിയ ചെറിയ ഫുട്ബോൾ ഫീൽഡുകൾ ഉണ്ട്, അവിടെ പോയി കളിക്കും, ബോൾ വാങ്ങിക്കണം. അപ്പൊ ഇതിലൊന്നും ചോദിച്ചാൽ ഒന്നത്തെ ചോദിക്കാനുള്ള ധൈര്യമില്ല. അപ്പൊ ഈ കശുവണ്ടി എല്ലാം കൂട്ടി വെച്ച് പോയി ഫുട്ബോൾ വാങ്ങിക്കും. അല്ലെങ്കിൽ ചെറിയ ക്രിക്കറ്റ് ബാറ്റ് വരെ ബോൾ കിട്ടിയാൽ മതി, ക്രിക്കറ്റ് ബാറ്റ് പട്ടയായിരിക്കും. ഇതൊക്കെ വെച്ചിട്ട് അന്ന് കളിച്ചിരുന്നു. ആ എൻജോയ്മെന്റ് ഒന്നും ഇന്നത്തെ പിള്ളേർക്ക് ആർക്കും തന്നെ ഇല്ല എന്ന് പറയാം. ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാരും മൊബൈലിന്റെ പുറകിലായി, സോഷ്യൽ മീഡിയയുടെ പുറകിലായി. All are behind that one still. I know that's the current generation. So now I want to bring the conversation towards the fans of the Kannur Warrior FC. കാരണം ഞാൻ ISL ഹോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻ ആർമി, ആ മഞ്ഞപ്പടയുടെ ഒരു ഫീലിംഗ് തന്നെ എനിക്ക് പേഴ്സണലി അറിയാം. സോ വെൻ യു കം ടു ദിസ്, ലൈക്ക് കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ ഒരു ഫാൻ ബേസ് ആണ്, ലൈക്ക് യു ഓൾസോ സെഡ് അല്ലേ. സോ എങ്ങനെയാണ് നിങ്ങൾ ഫാൻസിനെ എൻഗേജ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ ഒക്കെ ഉണ്ടാക്കുന്നത്? കേരളത്തിലെ ഫുട്ബോൾ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് മലപ്പുറം, ഞാൻ പറഞ്ഞില്ല, കാലിക്കറ്റ്, കണ്ണൂരിൽ നിന്നാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ലോട്ട് ഓഫ് ഫാൻ എന്റർടൈൻമെന്റ്സ് വെച്ചിരുന്നു. ഓരോ കോളേജുകളിലും ഞങ്ങളുടെ പ്ലേയേഴ്സ് പോയി അപ്രോച്ച് ചെയ്ത് അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുമായിരുന്നു. ചെറിയ ചെറിയ മാച്ചുകൾ ഞങ്ങൾ വെക്കുമായിരുന്നു. അവിടെ 23ക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ മാച്ചുകൾ വെക്കുമായിരുന്നു ബിറ്റ്വീൻ അവർ പ്ലേയേഴ്സ് ആൻഡ് കോളേജിലെ പിള്ളേരായിട്ട്. സോ അങ്ങനെ എനിക്ക് തോന്നുന്നു 12-14 കോളേജുകൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സീസണിൽ അപ്രോച്ച് ചെയ്തിരുന്നു. ചെറിയ ചെറിയ മാച്ചസും ചെറിയ ചെറിയ ഗിഫ്റ്റ്സും ഗീവ് അവേസും ഒക്കെ വെച്ച് വി ട്രൈഡ് ദ മാക്സിമം ടു ഡെവലപ്പ് ദം. കണ്ണൂർ ഇറ്റ് വാസ് വെരി ഈസി ടു ഡെവലപ്പ് ബിക്കോസ് കണ്ണൂരിന് ആ ഫുട്ബോൾ കൾച്ചർ ഓൾറെഡി ഉണ്ടായിരുന്നു. കണ്ണൂര് വളരെ ഫേവറിഷ് ആയിരുന്നു ഫുട്ബോളിന്. ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ 60 ക്ലബ്സ് ഉണ്ട്. ഈ 60 ക്ലബ്സിനെയും ഞങ്ങൾ എപ്പോഴും പല കാര്യങ്ങൾക്കായിട്ട് വിളിക്കും. അവർക്ക് ചെറിയ ചെറിയ സ്പോൺസറിങ്സ് കൊടുക്കും. അവരുടെ മാച്ചസ് ഞങ്ങൾ സ്പോൺസർ ചെയ്യും. അങ്ങനെ ഒത്തിരി ഫാൻ ബേസുകൾ ഡെവലപ്പ് ചെയ്തിരുന്നു ഞങ്ങൾ കണ്ണൂർ വെച്ചിട്ട്. വൈ കണ്ണൂർ ഞാൻ പറഞ്ഞില്ലേ, ഐ എം ബേസിക്കലി ഫ്രം കൊച്ചി. പക്ഷേ എന്റെ നല്ല ബിസിനസ് പാർട്ട്നേഴ്സും ഒത്തിരി നല്ല ഗുഡ് ഫ്രണ്ട്സും കണ്ണൂരുണ്ട്. അതുകൊണ്ടാണ് കണ്ണൂർക്ക് പോയത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇനീഷ്യലി ഞാൻ പറഞ്ഞ പോലെ കണ്ണൂർ ഒരു ഒത്തിരി ഫുട്ബോൾ കൾച്ചറുള്ള ഒരു സ്ഥലമാണ് കണ്ണൂർ. കൊച്ചി അത്രയും ഫുട്ബോൾ കൾച്ചർ ഇല്ല. കൊച്ചി മെയിൻ ഹോസ്റ്റുകളായിരുന്നു എല്ലാം ഫുട്ബോളിന്റെ. സന്തോഷ് ട്രോഫി ആയാലും ISLന്റെ ആയാലും ഒക്കെ കൊച്ചി ഹോസ്റ്റാണ് എപ്പോഴും. കൊച്ചി ഹോസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വരുന്ന എല്ലാ ബസ്സുകളും കൊടികൾ മലപ്പുറത്തിന്റെയും കണ്ണൂരിന്റെയും കാലിക്കറ്റിന്റെയും ആയിരിക്കും. ദാറ്റ്സ് ദ റീസൺ വൈ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കൊച്ചിയില് വരുന്നവരെല്ലാവരും 60% വർക്ക് കൾച്ചറായിട്ട് വരുന്നതാണ്. 60-70% എല്ലാവരും. ഞാൻ ഓൾമോസ്റ്റ് മോർ ദാൻ 5 decades ആയി കൊച്ചിയിൽ താമസിക്കുന്നത്. എൻ്റെ ഫാദർ ഓൾമോസ്റ്റ് 75 years back he settled in Kochi. So we know what is Kochi very well. ഓക്കെ, ഓൾറൈറ്റ്. സോ ഇപ്പം നിങ്ങളുടെ കഴിഞ്ഞ സീസണിന്റെ പെർഫോമൻസ്, യു ഫിനിഷ് തേർഡ് ഓൺ ദ പോയിന്റ്സ് ടേബിൾ. ആൻഡ് ഈ ഒരു സീസണിലേക്ക് വരുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി എനിക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ 6 ടീംസിനും ഫസ്റ്റ് വരണം എന്നുള്ളൊരു ആഗ്രഹം വെച്ചിട്ടാണ് ഒബ്വിയസ്ലി കളിക്കുന്നത്. പക്ഷേ ഈ ഒരു സീസണിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നത്? ആൻഡ് പഴയ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് തിരുത്താൻ നോക്കുന്നത്? ലാസ്റ്റ് സീസണിൽ ഔട്ട് ഓഫ് 10 മാച്ചസിൽ
ഞങ്ങൾക്ക് 4 വിൻ ഉണ്ടായിരുന്നു, 4 ഡ്രോ ഉണ്ടായിരുന്നു. വി ലോസ്റ്റ് 2. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങള് 10th മാച്ചിൽ വി ഡിഡ് എ ബിഗ് മിസ്റ്റേക്ക്. ഞങ്ങള് കുറച്ച് നല്ല പ്ലേയേഴ്സിനെ പുറകിലോട്ട് നിർത്തി ഫോർ ദ സെമിയിൽ കളിക്കാൻ വേണ്ടി. ദാറ്റ് വാസ് എ ബിഗ് മിസ്റ്റേക്ക് വി മെയ്ഡ്. അതുകൊണ്ട് ആ കംപ്ലീറ്റ് സിസ്റ്റംസ് ഞങ്ങൾ മാറിപ്പോയി. അതുകൊണ്ടാണ് വി ലോസ്റ്റ് ഇൻ ദ സെമി. So this time also the same coach is coming up from Spain. Yes. Okay, and assistant coach also same Shafiq Hassan, one of the best coach in the Kerala. Okay, പല മാച്ചസ് കേരളത്തിൽ തന്നെ വിൻ ചെയ്ത് പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. So strategies are working out how to move forward this year. ഓക്കെ. സോ അത് തന്നെയായിരുന്നു എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരുപാട് പ്ലേയേഴ്സും കോച്ചും റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് കുറെ കൂടെ റിറ്റൻഷൻസ് ആർ വിത്ത് യു ഓൾ. അതിന്റെ പുറകെ ഒരു സ്ട്രാറ്റജി ഉണ്ടോ, അതോ ഹൗ ഡു യു ലുക്ക് അറ്റ് ദാറ്റ്? ഇല്ല, അതിന്റെ പുറകെ സ്ട്രാറ്റജി വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ബെസ്റ്റ് പ്ലേയേഴ്സിനെ എല്ലാം ഞങ്ങൾ റീറ്റെയിൻ ചെയ്തു. മനസ്സിലായി. കോച്ച് വാസ് സോ ഗുഡ്, അല്ല വെരി വെരി കാം, വെരി കൺട്രോൾഡ്. പ്ലേയേഴ്സിനെല്ലാം വെൽ കൺട്രോൾഡ് നിർത്തിയിരുന്നു. പിന്നെ വളരെ സോഫ്റ്റ്, വളരെ കൂളായിരുന്നു കോച്ച്. ആൻഡ് മോർ ദാൻ ദാറ്റ് ഷഫീഖ് ആയാലും ഷഫീഖ് ഹസൻ ആയാലും അസിസ്റ്റന്റ് കോച്ച് ഹി എപ്പോഴും പ്ലേയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഷഫീഖ് ആയാലും പിന്നെ ഞങ്ങൾ വി ഹാഡ് എ വെരി ഗുഡ് സ്പോർട്ടിംഗ് ഡയറക്ടർ ജിവൻ. സോ ഓൾ ടുഗദർ 3, ബിക്കോസ് ഞങ്ങൾ എല്ലാവരും NRIs ആയിരുന്നു. ഞങ്ങൾക്ക് അവിടെ നിന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബേസിക്കലി ഞങ്ങളുടെ ഒരു ഡയറക്ടർ മാത്രം ഇവിടെ ഉള്ളൂ. സോ വി മോണിറ്റർ ഫ്രം ദ കംപ്ലീറ്റ്ലി 24 hours. എന്നും ഈ കഴിഞ്ഞ 6 months ആയിട്ട് പ്ലസ് മാനേജർ ബിസിനസ്. Yeah, ഇങ്ങനെ സാധിക്കുന്നു. almost I have seen 8 matches. എല്ലാ മാച്ചിനും ഞാൻ ട്രാവൽ ചെയ്യും. So one time തിരുവനന്തപുരത്ത് ശശി തരൂർ വാസ് ആസ്കിങ് മീ, അന്നത്തെ കോമ്പൻസും കണ്ണൂർ ആരിയസിന്റെ ഏറ്റുമുട്ടുമ്പോൾ വി വർ ഇൻ ദ ഫ്രണ്ട് ലിറ്റിൽ ബിറ്റ്. ഫസ്റ്റ് വി ഡിഡ് ദ ഗോൾ, ദെൻ ഈക്വലൈസ് ചെയ്തു. അപ്പൊ അതിന്റെ ഇടയിൽ ശശി തരൂർ ഉണ്ട്, ബിബു ഞങ്ങൾ പൊട്ടിക്കരുത് കേട്ടോ, ഐ ആം ദ പേട്രൺ. ശശി തരൂർ പേട്രൺ ഫോർ കോമ്പൻ. പിന്നെ നമുക്ക് ഒത്തിരി ആൾക്കാർ പരിചയപ്പെടാനും ഈ പറഞ്ഞ പോലെ മിങ്കിൾ ചെയ്യാനും ഇറ്റ് വാസ് എ ലോട്ട് ഓഫ് ഫൺ. ഓക്കെ. പക്ഷേ കമ്മിങ് ബാക്ക് ടു യുവർ ഹെഡ് കോച്ച് മാനുവൽ, എന്തൊക്കെയാണ് ലൈക്ക് ദ സോർട്ട് ഓഫ് ക്വാളിറ്റീസ് ദറ്റ് യു ലുക്ക് ഫോർ ഒരു സീനിയർ കോച്ച്, അല്ലെങ്കിൽ ഒരു കോച്ചിനെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ്? ഏറ്റവും നല്ല ക്വാളിറ്റി വേണ്ടത് പ്ലേയർ ഷുഡ് ബി വിത്തിൻ ഹിസ് കൺട്രോൾ. ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഇസ് എ മേജർ തിങ് വിച്ച് വെൽ കൺട്രോൾഡ് പ്ലേയേഴ്സ് നിർത്തിയാൽ മാത്രമാണ് ആ ഒരു ഗെയിമിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. ഇപ്പൊ സിങ്ക് ആയിട്ട് തോന്നുന്നുണ്ടോ? That's why we brought him. That's why we brought him back. Okay, and more than that, he was in very good sync with the assistant coach also. So altogether, we have the sporting director. ജോലി ഒരു 3 പേരും നന്നായിട്ട് അത് വർക്ക്ഔട്ട് ചെയ്തിരുന്നു. So there was only one answer between among 3 of us. ഒരാൾ പറഞ്ഞാൽ മറ്റുള്ളവർ അംഗീകരിക്കുകയായിരുന്നു, മറ്റു 2 പേരും. സോ അതാണ് അതൊരു വൺ ആർമി ആയിട്ട് ജോയിന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് വി റീച്ച് ദ സ്റ്റേജ്. ബിക്കോസ് ഞങ്ങൾ എല്ലാവരും പുറത്ത് നിന്നിട്ട് ഇത് അവർക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുകയായിരുന്നു. പക്ഷേ ആ അറേഞ്ച്മെന്റ്സ് സക്സസ് ആയത് ബിക്കോസ് ഓഫ് ദം ഓൺലി. സോ അതൊരു മേജർ പോയിന്റ് ആയിരുന്നു. All right, fair. Okay, so now we've come to an important part of the show. അതായത് നമ്മുടെ ചെറിയൊരു റാപ്പിഡ് ഫയർ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വെരി സിമ്പിൾ, വെരി ഈസി ക്വസ്റ്റ്യൻസ്. ജസ്റ്റ് 2 ഓപ്ഷൻസ് തരും. ജസ്റ്റ് ടെൽ മീ വിച്ച് വൺ യു പ്രിഫർ. Okay, ready, set, super dugout, let's go. Okay, so okay, option 1, Messi or Ronaldo? Messi. ഒരു സെക്കൻഡ് പോലും എടുത്തില്ല കേട്ടോ ആൻസർ തരാനായിട്ട്. ഓക്കെ, ഹോം ക്രൗഡ് എനർജി ഓർ അവേ വിൻ? Home crowd energy. Wow, that's nothing like that. അല്ല ഒരു See, we said we will not play this season if we didn't have a home ground. അതെ, because that's actually another achievement. That's a big achievement because Kannur we have the municipal corporation stadium, പക്ഷെ അത് ഒട്ടും യൂസ് ചെയ്യുന്നില്ലായിരുന്നു, വേൾഡ് സിറ്റുവേഷൻ ആയിട്ട് കിടക്കായിരുന്നു. സോ വി സെഡ് ഇനീഷ്യലി ഇറ്റ്സെൽഫ് SLK we want a stadium. എന്നാൽ മാത്രമാണ് we can progress ourselves, we can develop the club. Okay, എന്നാൽ മാത്രം ഫാൻസ്, it's not easy for the fans to come from Kannur to Calicut. Correct. ഒരു 1000 അല്ലെങ്കിൽ 2000 fans വരും, more than that. But basically Kannur stadium we are confident that the stadium will be full. അതെ, see, അതാണ് the power of Kannur. All right, your dream player to see in a Kannur Warriors jersey? Don't tell me Messi now. Kannur Warriors in a jersey ഇട്ട് കാണാൻ ആഗ്രഹിക്കുന്ന. I want somebody from Kerala. Okay, ആരായിരിക്കും? That I cannot say now. Probably അത് പൈപ്പ്ലൈനിലാണ്. പൈപ്പ്ലൈനിലാണ്. അപ്പൊ വലിയ ന്യൂസ്. Because we need players from Kerala to be developed. Right.
ദാറ്റ്സ് ദ റീസൺ വൈ ഇപ്പൊ സ്കൗട്ടിംഗ് ഒക്കെ വെച്ചിട്ട് അണ്ടർ 23 സ്കൗട്ടിംഗ് വെച്ചപ്പോൾ 4000 സ്റ്റുഡൻറ് അങ്ങനെ വന്ന പിള്ളേർ വന്നു. സോ സീ ദ പാഷൻ ഓഫ് ദ ഇനീഷ്യലി ഒന്നും ഇത്രയും ചെയ്തിരുന്നില്ല. ആൻഡ് SLK ടേക്കിംഗ് 12 പിള്ളേരെ മലേഷ്യയിലേക്കൊക്കെ കിട്ടത്തില്ല. സോ ദാറ്റ്സ് ദ റീസൺ വൈ ഞാൻ ഇപ്പോഴും പറയുന്നത് ഓൺലി ബിസിനസ് പീപ്പിൾ ക്യാൻ ഡെവലപ്പ് ദിസ് പാഷൻ. എപ്പോഴും സ്പോർട്സ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നീഡ് മണി. So SLK has done a very good thing. They have brought the business people behind these franchises to develop it, and I'm sure confident it will be developed. റൈറ്റ്. ഇപ്പൊ IPL ഒരു തുടക്കം ഉണ്ടായിരുന്നല്ലോ പണ്ടൊരിക്കൽ, അതുപോലെ ആകാം. റൈറ്റ്, ലെറ്റ്സ് ഹോപ്പ്. വിച്ച് മലയാളി ഡിഷ് വുഡ് യു സെർവ് എ ന്യൂ ഫോറിൻ പ്ലെയർ ഫസ്റ്റ്? ഒരു പുതിയ ഫോറിൻ പ്ലെയർ ഇപ്പോൾ ടീമിലേക്ക് വരാണ്, നാട്ടിലേക്ക് വരാണ്, കണ്ണൂരിലേക്ക് വരാണ്, അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് വരാണ്. ഏതായിരിക്കും ആദ്യം സെർവ് ചെയ്യാൻ പോവുക ഒരു മലയാളി ഡിഷ്, അല്ലെങ്കിൽ ഒരു കേരളത്തിന്റെ ഒരു ഫേവറേറ്റ് ഡിഷ്? മേ ബി യുവർ ഫേവറേറ്റ് ഡിഷ്. Fish curry. Okay, fish curry with what? Fish curry meals. Meals. Do you cook? Yeah, I completely. Okay. അപ്പൊ നമ്മൾ എല്ലാവരും വീട്ടിലേക്ക് വിളിക്കുന്നതായിരിക്കും. Of course. Okay, so ആരാണ് ഫണ്ണിയർ, ആസിഫ് അലി ഓൺ സ്ക്രീൻ ഓർ ദ കണ്ണൂർ വാരിയേഴ്സ് ഇൻ ദ ലോക്കർ റൂം? Asif Ali is a crowd puller. Oh, Yeah, clearly, like. It's a crowd puller. Last time ഞാൻ ലെറ്റ്പൊളി സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങി, he made all the fans happy. ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ണൂർ വന്നിരുന്നു, കണ്ണൂർ ലോഞ്ചിനൊക്കെ in between the crowd. So fans were totally happy in bringing him. പിന്നെ I think his wife also is from Kannur. Yeah. So he's happy to be with the Kannur. ഒരു രസകരമായ ഒരു ക്യാരക്ടർ ആണല്ലോ അല്ലേ? ഓക്കെ, ഒരു ചെറിയ നോസ്റ്റാൾജിയ ക്വസ്റ്റ്യൻ ആണിത്. ഫസ്റ്റ് ഫുട്ബോൾ മാച്ച് യു വാച്ച്ഡ് ലൈവ് ഇൻ കേരള? Santosh Trophy, West Bengal and Kerala. Okay. Favorite ground in Kerala outside your own? Maharashtra College Ground. അതെ, ഒരു ഫുൾ മെമ്മറീസ്. Full memories വെച്ചാൽ ഞങ്ങള് ബോർഡൻ ബോട്ടം കൊച്ചിയുടെ നടക്കുന്ന കച്ചൽപ്പടി is our home, so every day we used to go to Maharashtra College Ground. Every day? Yeah. Wow. We used to go for that. Wow. Yeah. Okay. All right. So, most stressful എന്തായിരിക്കും? ഒരു ഡിലേഡ് ബിസിനസ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു 90th minute ഗോൾ ലൂസ് ചെയ്യുന്നത്? അതാണോ ബിസിനസ് പ്രോജക്റ്റ് ആയാലും? Because that cannot be, അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. As a business, we can bring it back again. But this never we can, that's finished. Spoken like a true entrepreneur. Business we can bring it. All right. So now we are moving on to your hopes and expectations. അതായത് പുതിയ സീസൺ, പുതിയ മാച്ചസ്, എന്തൊക്കെയാണ് ഈ സീസണിൽ നിന്നുള്ള പ്രതീക്ഷ? See, I said, even last year itself, SLK has done wonderfully, more than our expectation. ഈ കൊല്ലം ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷൻ ടൈപ്പ് ചെയ്തു. എല്ലാ ക്ലബുകളും ഇന്റർനാഷണൽ ടൈപ്സിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ഓൾ ആർ ട്രൈവിംഗ് ടു ഡു ദ ബെസ്റ്റ്. സോ മോർ ദാൻ ദാറ്റ്, പുതിയ ലൈവ് ചാനൽസുമായിട്ടും മിസ്റ്റർ മാത്യൂസ് ഈ പറഞ്ഞ പോലെ അപ്രോച്ചസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്ലോലി ഗ്ലോബലി ഇറ്റ്സ് ഡെവലപ്പിംഗ്. SLK is growing more than we expected. That's great. കേരളത്തിലെ 14 ഡിസ്ട്രിക്റ്റിൽ 12 ഫ്രാഞ്ചൈസികൾ വരാമെന്ന് ആലോചിക്കുന്നത്. 90% ഓഫ് ദ ഡിസ്ട്രിക്ട്സ് ഹാവ് ബീൻ കവേർഡ്. സോ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ SLK is doing the best, and more than that, ഫുട്ബോൾ കേരളത്തിന്റെ ഒരു പാഷനാണ്. ഫാൻസിന് ഈ കൊല്ലം എന്ത് പ്രതീക്ഷിക്കാം? ഫാൻസിന് they can see the best football matches. Okay. Same like last year, ട്രിവാൻഡ്രം, മലപ്പുറം, കൊച്ചി the issue is ഫാൻസ് ഉണ്ട്, പക്ഷേ സ്റ്റേഡിയം ഇസ് ബിഗ്. അപ്പൊ സ്കാറ്റർഡ് ആയിട്ടിരിക്കുന്നു. ഇറ്റ് ഷുഡ് ബി കപ്പാസിറ്റി ഓഫ് 15,000 to 20,000 സ്റ്റേഡിയം ആണെങ്കിലാണ് ഇറ്റ് വിൽ ബി ഒരുമിച്ചിരുന്ന് അപകടം വെക്കാനും ആ ഫാൻസിൻ്റെതും ആരവും ഒക്കെ. ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ്. ആൻഡ് കണ്ണൂർ വാരിയേഴ്സിന് അടുത്ത 5 കൊല്ലത്തിൽ എവിടെയായിരിക്കും കാണുക? വാട്ട്സ് യുവർ 5-year vision? As a businessman, as a team owner, what do you think? Every businessman ആയിട്ട് അത് കാണണ്ട. എവറി സ്പോർട്സ് പാഷൻ ആണെങ്കിലും എവറിബഡി ലുക്സ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ, ലാസ്റ്റ് സീസൺ തന്നെ ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ എല്ലാം കവർ ചെയ്ത് വി ബിക്കം ദ സെമി ഫൈനൽ എത്തി. സോ ദിസ് സീസൺ വി ആർ ട്രൈങ് ഫോർ ദ ബെസ്റ്റ്. The first
Okay, Every inshallah. like you said. team hopes for the best. Okay. Okay, so we want to wrap up right now. പക്ഷെ പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ബോണസ് റൗണ്ട് പോലെ ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ അഗൈൻ വിത്ത് യു. ഇപ്പൊ നീരാളി നമ്മളൊരു പുതിയ ഒരു സ്പോർട്സ് ഫിലിമിലേക്ക് റീമേക്ക് ചെയ്യുകയാണെങ്കിൽ ആരായിരിക്കും അതിന്റെ നായകൻ? എനിക്ക് തോന്നുന്നു കുറെ കൂടി vibrant ആയിട്ട് ആസിഫ്. എനിക്ക് ആസിഫ് അലി ഓക്കെ, പ്ലേയേഴ്സിന്റെ ഇടയിൽ നോട്ടീസ് ചെയ്തിരിക്കുന്ന ഒരു സൂപ്പർസ്റ്റിഷൻ അല്ലെങ്കിൽ ഒരു റിച്വൽ എന്താണ്? കാരണം കുറെ പേർക്ക് പല പല കാര്യങ്ങൾ ഒരു സെറ്റ് ട്രേഡ് മാർക്ക് ഉണ്ടാവുമല്ലോ കളിക്കുമ്പോഴും അല്ലെങ്കിൽ മാച്ച് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ്. ഹാവ് യു നോട്ടീസ് സംതിങ് ലൈക്ക് ദാറ്റ് ഇൻ യുവർ ടീം? I didn't notice. Okay. I cannot answer. ഇപ്പോ യുനോ ഒരു അഫ്കോഴ്സ് കുറച്ച് മാച്ചസ് ജയിച്ചിട്ടുണ്ട്. മാച്ച് ജയിച്ചു കഴിഞ്ഞതിന് ശേഷം ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു വാട്സാപ്പ് മെസ്സേജ് റിസീവ് ചെയ്ത് See, പാടുന്നത്? after every matches, we used to be with the players to motivate them. They're so happy that we directors are with them. Even most of them are NRI, but we 2 or 3 will travel for every matches to give more confidence to build their so that energizes them a lot. That we are with them always. No, as in ഒരു പേഴ്സണൽ വാട്സാപ്പ് മെസ്സേജ് that you received, that somebody sent you Yeah, something. that's always within the way we take care of them. Okay. So ഈ പറഞ്ഞ പോലെ ഫോർത്ത് മാച്ച് അങ്ങനെയാണ് we lose ചെയ്തത്. അപ്പോൾ we went with them, so they were so happy that we are with them. Okay, if you have to describe Kannur Warriors FC in 3 words, what would it be? We are the Tigers and Okay, കുഴപ്പമില്ല, നമുക്ക് ചെറിയ കൺസെഷൻ തരാം. Can give me 1 second. Yeah, but if you want to put them in 3 words. Kannur Warriors is the best. Okay, fine, fair. All right, so thank you very much. This has been amazing. And എന്തെങ്കിലും പോകുന്നതിന് മുമ്പ്, you want to share some good words with our audience, with your players, with everyone watching. Season 1, Kannur Warriors has done especially well. We never thought 33 matches will go smoothly like this. It was in between Onam, but still everything went well. I congratulate all the team members of SLK and hope for the best. Thank you. Thank you very much. All right, Mr. Bibu, from Kochi to Qatar to Kannur, all of this and films to football. Exactly. I hope this is your best season ever, and We thank hope you. so. We hope Yes, so. thank you, Mibu, for joining us on the Super Thanks a Diamond. lot. Thank you so much Thank for you. inviting us.